Hi everyone, I am Adira. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യുന്നത് ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ ആണ്. ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ ഫസ്റ്റ് ഡെഫിനിഷൻ വരുന്നത് ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ ആസ് ലിമിറ്റ് ഓഫ് എ സം. ഒരു സമ്മിൻ്റെ ലിമിറ്റ് ആയിട്ട് എങ്ങനെയാണ് ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ വരുന്നത്. നമ്മൾ മുന്നേ പഠിച്ചിട്ടുള്ളത് ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രൽ ആണ്. ഇൻ്റഗ്രൽ ആസ് ആൻറ്റി ഡെറിവേറ്റീവ്. അവിടെ നമ്മൾ ഇൻ്റഗ്രലിന് ലിമിറ്റുകളൊന്നും കൊടുത്തിട്ടില്ല. ജസ്റ്റ് ആ ഫംഗ്ഷൻ്റെ ഇൻ്റഗ്രൽ ആൻറ്റി ഡെറിവേറ്റീവിൻ്റെ ഫോമിലാണ് നമ്മൾ എഴുതിയിട്ടുള്ളത്. ഓക്കെ, ഇവിടെ നമുക്ക് ഇൻ്റഗ്രേഷന് ലിമിറ്റുകളൊക്കെ വരുന്നുണ്ട്. അതാണ് ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ. ലെറ്റ് എഫ് ഓഫ് എക്സ് ബി എ കണ്ടിന്യൂസ് ഫംഗ്ഷൻ ഓൺ എക്സ് ഇൻ ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ടു ബി. ദെൻ the definite integral of f of x between a and b is defined as b minus a limit n tends to infinity 1 by n into f of a plus h plus f of a plus 2h plus etc. plus f of a plus n minus 1h, where h is equal to b minus a by n, which is denoted by integral a to b f of x dx. ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ ഡിനോട്ട് ചെയ്യുക ഇൻ്റഗ്രൽ a to b f of x dx എന്നാണ്. അത് ആസ് എ ലിമിറ്റ് ഓഫ് സം എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, b മൈനസ് എ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 1 by n ഇൻറ്റു f of a plus h plus എക്സെട്ര പ്ലസ് f of a plus n minus h. അപ്പോൾ നമുക്കൊരു പ്രോബ്ലം തന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം എച്ച് എന്താന്ന് കാണണം. ഇപ്പോൾ എ എന്താ ബി എന്താന്ന് ആ പ്രോബ്ലത്തിൽ നിന്ന് കിട്ടും. എച്ച് കണ്ടുവയ്ക്കുക, ദെൻ എഫ് ഓഫ് എക്സ് എന്താന്ന് കണ്ടുവയ്ക്കുക, ദെൻ നമ്മൾ ഡെഫിനിഷൻ അപ്ലൈ ചെയ്യുകയാണ് ചെയ്യാം. ഓക്കെ, പ്രോബ്ലംസിലേക്ക് കിടക്കാം. ഫൈൻഡ് ഇൻ്റഗ്രൽ 1 to 2 എക്സ് ഡി എക്സ് ആസ് ദ ലിമിറ്റ് ഓഫ് സംസ്. ഓക്കെ, ഇപ്പോൾ ഡെഫിനിഷൻ പ്രകാരം എന്താ? ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് ഇസ് ഈക്വൽ ടു ബി മൈനസ് എ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 1 by n എഫ് ഓഫ് എ പ്ലസ് എച്ച് പ്ലസ് എക്സെട്ര പ്ലസ് എഫ് ഓഫ് എ പ്ലസ് n മൈനസ് 1 എച്ച്. എച്ച് ഇസ് ഈക്വൽ ടു ബി മൈനസ് എ ബൈ എൻ. അപ്പോൾ ഇവിടെ നോക്കുക, ബിയുടെയും എയുടെയും സ്ഥാനത്ത് ഇവിടെ എന്താ കിടക്കുന്നത്? ഇൻ്റഗ്രൽ 1 to 2 ആണ്. അപ്പോൾ എ എന്ന് പറയുന്നത് 1ഉം ബി എന്ന് പറയുന്നത് 2 ആണ്. അപ്പോൾ എ ഈക്വൽ ടു 1, ബി ഈക്വൽ ടു 2. ദെൻ എഫ് ഓഫ് എക്സ് എന്താ? ഇൻ്റഗ്രേറ്റ് ചെയ്യാനുള്ള ഫംഗ്ഷൻ എക്സ് ആണ്. എഫ് ഓഫ് എക്സ് എക്സ് ആണ്. അങ്ങനെയാണെങ്കിൽ എച്ച് എന്തായിരിക്കും? ബി മൈനസ് എ ബൈ എൻ ആണ്. അപ്പോൾ 2 മൈനസ് 1 ബൈ എൻ 1 ബൈ എൻ. ഇത്രയും കാര്യങ്ങൾ ആദ്യം എഴുതിയിടാം. ഓക്കെ, ദെൻ നമ്മൾ ഡെഫിനിഷൻ അപ്ലൈ ചെയ്യാണ്. ഇൻ്റഗ്രൽ 1 to 2 എക്സ് ഡി എക്സ് ഇസ് ഈക്വൽ ടു ബി മൈനസ് എ ആയിരുന്നു, അപ്പോൾ 2 മൈനസ് 1 ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 1 മൈനസ് 1 ബൈ n ഇൻറ്റു എഫ് ഓഫ് എ പ്ലസ് എച്ച് ആണ്. അപ്പോൾ എഫ് ഓഫ് 1 പ്ലസ് എഫ് ഓഫ് 1 പ്ലസ് എച്ച് പ്ലസ് എച്ചിനെ തൽക്കാലം ഇപ്പം മാറ്റണ്ട, കുറച്ചുകൂടി സിംപ്ലിഫൈ ചെയ്തതിന് ശേഷം ലാസ്റ്റ് എച്ചിനെ മാറ്റിയാൽ മതി. അപ്പോൾ എഫ് ഓഫ് 1 പ്ലസ് എച്ച് പ്ലസ് എക്സെട്ര പ്ലസ് എഫ് ഓഫ് 1 പ്ലസ് n മൈനസ് 1 എച്ച്. ഓക്കെ, ദെൻ ഇതിൽ നിന്ന് ഈ എഫ് ഓഫ് 1 എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ? എക്സ് ആണ്. അപ്പോൾ എഫ് ഓഫ് 1 എന്തായിരിക്കും? 1 ആയിരിക്കും. എഫ് ഓഫ് 1 പ്ലസ് എച്ച് എന്തായിരിക്കും? 1 പ്ലസ് എച്ച് ആയിരിക്കും. എഫ് ഓഫ് 1 പ്ലസ് 2h എന്ന് പറയുന്നത് 1 പ്ലസ് 2h ആയിരിക്കും. എഫ് ഓഫ് 1 പ്ലസ് n മൈനസ് 1h എന്ന് പറയുന്നത് 1 പ്ലസ് n മൈനസ് 1h ആയിരിക്കും. എക്സ് എന്താണോ അത് തന്നെയാണ് വരുന്നത്, അല്ലേ? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ആണ്. അപ്പോൾ അങ്ങനെ കിട്ടുമ്പോൾ നമുക്ക് ലിമിറ്റ് n ടെൻസ് ടു 2 മൈനസ് 1 1 ആണ്. അപ്പോൾ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 1 ബൈ n ഇൻറ്റു 1 പ്ലസ് എച്ച് പ്ലസ് 1 പ്ലസ് 2h പ്ലസ് എക്സെട്ര പ്ലസ് 1 പ്ലസ് n മൈനസ് 1 എച്ച് എന്ന് കിട്ടും. ഇതിൽ 1 ഒക്കെ നമുക്ക് കൊണ്ട് എടുക്കാം, ഒരുമിച്ചാക്കാം. 1നെയൊക്കെ ഒരുമിച്ചാക്കി കഴിഞ്ഞാൽ 1 പ്ലസ് 1 പ്ലസ് 1 പ്ലസ് എക്സെട്ര 1. നോക്കാം, ഇവിടെ മുതൽ n മൈനസ് 1 വരെ ഇത് വരുന്നുണ്ട്. ഇവിടെ ഒരു 1 ഉണ്ട്. അപ്പോൾ മൊത്തം n വൺസ് ഉണ്ടാവും. അപ്പോൾ n ടൈംസ് നമ്മൾ 1നെ ആഡ് ചെയ്യാണ്. ദെൻ ബാക്കി എന്തുണ്ടാവും? ഇവിടെ ഒരു എച്ച് പ്ലസ് 2h പ്ലസ് എക്സെട്ര പ്ലസ് n മൈനസ് 1h. ഓക്കെ, ദെൻ n ടൈംസ് 1 ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് n കിട്ടും. ദെൻ നമുക്ക് എച്ച് പ്ലസ് 2h പ്ലസ് എക്സെട്ര പ്ലസ് n മൈനസ് എച്ച് എന്ന് എച്ചിനെ പുറത്തെടുക്കാമല്ലോ. എച്ചിനെ പുറത്തെടുത്ത് കഴിഞ്ഞാൽ ഇതിന് എന്ത് വരും? എച്ച് ഇൻറ്റു 1 പ്ലസ് 2 പ്ലസ് എക്സെട്ര പ്ലസ് n മൈനസ് 1 എന്ന് വരും. അപ്പോൾ നോക്കുക, limit n tends to infinity 1 by n plus h into 1 plus 2 plus etc plus n minus 1.
അപ്പോൾ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 1/n ഇൻറ്റു n പ്ലസ് h ഇൻറ്റു ഇതെന്താ ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സമ്മ്, അതായത് 1 പ്ലസ് 2 പ്ലസ് എക്സെട്ര പ്ലസ് n എന്ന് പറയുന്നത് n ഇൻറ്റു n പ്ലസ് 1/2 ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കുക, ഇവിടെ ഫസ്റ്റ് n-1 നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സമ്മാണ്. അപ്പോൾ ഈ n വരുന്ന സ്ഥാനത്ത് n-1 വരും. അപ്പോൾ എന്ത് വരും? n-1 ഈ എഴുതിയത് കിട്ടും n-1 ഇൻറ്റു n-1 പ്ലസ് 1 ഡിവൈഡ് ബൈ 2 എന്ന് കിട്ടും. അതായത് ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 1/n n പ്ലസ് h ഇൻറ്റു ഇതെന്ത് മാറും? ഇത് n ആവും. അപ്പോൾ n ഇൻറ്റു n-1/2 n ഇൻറ്റു n-1/2 എന്ന് കിട്ടും. ഓക്കെ, ഇനി നമുക്ക് ഇതിനെ n കൊണ്ട് ഡിവൈഡ് ചെയ്യും. പുറത്തുള്ള n കൊണ്ട് എല്ലാത്തിനെയും ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 1 പ്ലസ് ഈ എച്ചിനെ ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യാലോ, h ഇൻറ്റു n മൈനസ് h എന്നുണ്ടാവും, NH മൈനസ് h/2. ഓക്കെ, ഇനി h ഈക്വൽ ടു 1/n ആണ്, നമ്മൾ ആദ്യം കണ്ടുവച്ചിട്ടുണ്ട്. അങ്ങനെ വെച്ചാൽ NH ഇസ് ഈക്വൽ ടു എന്തായിരിക്കും? 1 ആയിരിക്കും. അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ 1 പ്ലസ് 1 മൈനസ് h/2 എന്ന് കിട്ടും. ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി രണ്ടിൻ്റെയും ഡിനോമിനേറ്റർ സെയിം ആക്കുക. 2 പ്ലസ് 1 മൈനസ് h/2 ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്തിട്ട് 2 പ്ലസ് 1 മൈനസ് h/2 എന്ന് കിട്ടും. ദെൻ അതിനെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. 2 പ്ലസ് 1 3/2 മൈനസ് h/2 എന്ന് മാറ്റി എഴുതാലോ. അപ്പോൾ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 3/2/h/2. ഇനി h എന്താന്ന് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 3/2 മൈനസ് h 1/n ആണ്. അപ്പോൾ 1/2n വരും. ഓക്കെ, 1/2n. അപ്പോൾ ഇത് n ഇൻഫിനിറ്റിക്ക് പോയി കഴിഞ്ഞാൽ 1/n എങ്ങോട്ട് പോകും? 0യിലേക്ക് പോകും അല്ലേ. 1/∞ എന്ന് പറയുന്നത് 0 ആണ്. അപ്പോൾ ഇത് 0യിലേക്ക് പോകും. ഇതൊരു കോൺസ്റ്റന്റ് ആണ്. n ഇൻഫിനിറ്റി ആകുമ്പോൾ അതിന് മാറ്റമൊന്നും വരില്ല. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് 3/2 ആണ്. ഓക്കെ, ദെൻ സിമിലർ ടൈപ്പ് ഒരു പ്രോബ്ലം കൂടെ നമുക്ക് നോക്കാം. ഫൈൻഡ് ഇന്റഗ്രൽ 0 to 2 x² + 1 dx ആസ് ദ ലിമിറ്റ് ഓഫ് സംസ്. ഓക്കെ, ബൈ ഡെഫിനിഷൻ നമ്മൾ നേരത്തെ പോലെ ഡെഫിനിഷൻ എഴുതാം. ലിമിറ്റ് ഇന്റഗ്രൽ a to b f of x dx is equal to b minus a limit n tends to infinity 1/n into f of a plus h plus etc plus f of a plus n minus 1 h, where h is equal to b minus a by n. Here f of x എന്താ? x plus x² plus 1 ആണ്. a എന്താ? 0 ആണ്. b എന്ന് പറയുന്നത് 2 ആണ്. അപ്പോൾ h എന്താ വരിക? 2 minus 0/n equal to 2/n ആണ് വരിക. ഇത്രയും കാര്യങ്ങൾ അവിടെ എഴുതിടുക. ദെൻ നമുക്ക് ഡെഫിനേഷൻ അപ്ലൈ ചെയ്യാം. ഇന്റഗ്രൽ 0 to 2 x² plus 1 dx is equal to 2 into limit n tends to infinity 1/n f of a plus h ആണ്. f of a എന്ന് പറയുന്നത് നമുക്ക് 0 ആയതുകൊണ്ട് f of 0 plus h ആണ്. അപ്പോൾ f of h plus f of 2h plus etc plus f of n minus 1 h എന്ന് കിട്ടും. ദെൻ നമ്മൾ f of x-ൽ ഈ വാല്യൂസ് കൊടുക്കുകയാണ്. അപ്പം ഈക്വൽ ടു 2 into limit n tends to infinity 1/n into 1 plus f of h എന്താ? f of x എന്ന് പറയുന്നത് x² plus 1 ആണ്. അപ്പോൾ f of h എന്ന് പറയുന്നത് h², എക്സിൻ്റെ സ്ഥാനത്ത് h വരും, h² plus 1 ആവും. അപ്പോൾ 1 plus h² plus 1 plus രണ്ടാമത് 2h² ആണ്. അപ്പോൾ 4h² plus 1 plus etc plus n minus 1 square h² plus 1 എന്ന് കിട്ടും. ഇതിലും നേരത്തെ പോലെ തന്നെ 1 n പ്രാവശ്യം ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ n ടൈംസ് 1 ആഡ് ചെയ്യുന്നത് n വരും. ദെൻ ബാക്കിയുള്ളത് എന്താ? h² plus 4h² plus etc plus n minus 1 square h². ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് h² നമുക്ക് പുറത്തെടുത്താം. എല്ലാത്തിലും h² ഉണ്ട്. അപ്പോൾ h² പുറത്തെടുത്ത് കഴിഞ്ഞാൽ ഉള്ളിൽ എന്ത് കിട്ടും? 1 plus 2² plus 3² plus etc plus n minus 1 square എന്ന് കിട്ടും. ഓക്കെ,
അതാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ 2 ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 1/n n പ്ലസ് h സ്ക്വയർ ഇൻറ്റു 1 പ്ലസ് 2 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ പ്ലസ് എക്സെട്ര പ്ലസ് n മൈനസ് 1 സ്ക്വയർ. ഇനി ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സ്ക്വയറിൻ്റെ സം എന്താ? പ്ലസ് എക്സെട്ര പ്ലസ് n സ്ക്വയർ ഈക്വൽ ടു എന്താ? n ഇൻറ്റു n പ്ലസ് 1 ഇൻറ്റു 2n പ്ലസ് 1 ബൈ 6. അപ്പോൾ ഈ എന്നിൻ്റെ സ്ഥാനത്ത് നമുക്കിവിടെ n മൈനസ് 1 ആണുള്ളത് എന്നേ ഉള്ളൂ. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ കിട്ടും. n മൈനസ് 1 ഇൻറ്റു n മൈനസ് 1 പ്ലസ് 1 ഇൻറ്റു 2n മൈനസ് 1 പ്ലസ് 1 ബൈ 6. ഓക്കെ, അതിനെ ഒന്നുകൂടെ സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും 2 ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 1/n ഇൻറ്റു n പ്ലസ് h സ്ക്വയർ ഇൻറ്റു n മൈനസ് 1 ഇൻറ്റു n ഇൻറ്റു 2n പ്ലസ് 1 ബൈ 6 എന്ന് കിട്ടും. അപ്പോൾ ഈ ഇതിനൊന്ന് അറേഞ്ച് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ ഇനി നമുക്ക് ഈ പുറത്തുള്ള n-നെ ഉള്ളിലേക്ക് എടുക്കാം. 2 ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി n/n 1 പ്ലസ് h സ്ക്വയർ ഇൻറ്റു ഈ n-ഉം കൂടി ക്യാൻസൽ ചെയ്യും. അപ്പോൾ n മൈനസ് 1 ഇൻറ്റു 2n പ്ലസ് 1 ബൈ 6. ഓക്കെ, ഇനി നമുക്ക് ഡിനോമിനേറ്റർ സെയിം ആക്കാം. ഡിനോമിനേറ്റർ സെയിം ആക്കുമ്പോൾ 2 ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ആണ് 6 ഇൻറ്റു 1 അപ്പോൾ 6 പ്ലസ് h സ്ക്വയർ ഇൻറ്റു n മൈനസ് 1 ഇൻറ്റു 2n പ്ലസ് 1 ബൈ 6. ഈ ഒരു 2ഉം ഈ 6ഉം കൂടി ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 3 വരും. ദെൻ നമുക്ക് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുക. ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 6/3 പ്ലസ് h എന്താ? h 2/n ആണ് നമുക്ക് കിട്ടിയത്. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 2/n സ്ക്വയർ ഇൻറ്റു n മൈനസ് 1 ഇൻറ്റു 2n പ്ലസ് 1 ഡിവൈഡ് ബൈ 3. ഇനി അതിനെ എക്സ്പാൻഡ് ചെയ്യുകയാണ് ചെയ്യുക. ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യാനുള്ളതൊക്കെ മൾട്ടിപ്ലൈ ചെയ്ത് എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റത്തെ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 2 പ്ലസ് 4 ഇൻറ്റു 2n സ്ക്വയർ പ്ലസ് n മൈനസ് 2n മൈനസ് 1 ഡിവൈഡ് ബൈ 3n സ്ക്വയർ എന്ന് കിട്ടും. ഒന്നുകൂടെ എക്സ്പാൻഡ് ചെയ്ത് ചെറുതാക്കുക. അപ്പോൾ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 2 പ്ലസ് 8n സ്ക്വയർ ബൈ 3n സ്ക്വയർ മൈനസ് 4n ബൈ n സ്ക്വയർ 3n സ്ക്വയർ മൈനസ് 4 ബൈ 3n സ്ക്വയർ എന്ന് കിട്ടും. ഇത് ഈക്വൽ ടു നമുക്ക് ഇങ്ങനെ കിട്ടും 2 പ്ലസ് 8/3 മൈനസ് 4/3n മൈനസ് 4/3n സ്ക്വയർ. ഇതിന് ലിമിറ്റ് കൊടുത്താൽ വരും. ഇതിന് ലിമിറ്റ് കൊടുക്കുക. ഡിവൈഡ് ബൈ n ഉള്ളതൊക്കെ ഇൻഫിനിറ്റിക്ക് ആകുമ്പോൾ 0 ആയി പോകും. ബാക്കി ഉണ്ടാവുക 2 പ്ലസ് 8/3 എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ് മാത്രമാണ്. അപ്പോൾ 2 പ്ലസ് 8/3 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 14/3 കിട്ടും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളൊരു ലിമിറ്റ് ഇൻ്റഗ്രേഷൻ ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ ആസ് എ ലിമിറ്റ് ഓഫ് സമ്മിലെ പ്രോബ്ലംസ് ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു.